ഇച്ചാ ഇന്നത്തെ ദിവസം താഴോട്ട് വന്ന് ഇവിടെ വരുന്ന ആളുകളോടൊക്കെ സംസാരിക്കാൻ മേലെ എനിക്കൊരുപാട് പണിയുണ്ട്. അതുകൊണ്ടാ നിങ്ങൾ താഴോട്ട് വന്ന് പ്ലീസ്. ഹലോ. ആ ഇല്ല, ഞാൻ സ്ഥലം കൊടുക്കുന്നില്ല. ഒരിക്കലും പറഞ്ഞു കരുതി മാറ്റി പറയാൻ പാടാന്നൊന്നുമില്ലല്ലോ. ആ അങ്ങനെ പറഞ്ഞാൽ മതി. അതൊക്കെ പോട്ടെ, നാളെ നേരത്തെ വന്നേക്കണേ. ആ ചേച്ചിയോടും പിള്ളേരോടും എൻ്റെ അന്വേഷണം പറഞ്ഞേര്. അപ്പോൾ നാളെ കാണാം. എല്ലാം കറക്റ്റാന്നേ. എല്ലാവർക്കും കിട്ടിയല്ലോ, സമാധാനമില്ലേ? ചെക്കൊക്കെ കിട്ടിയറോയി സന്തോഷം സമാധാനം. പക്ഷെ ഇതെങ്ങാനും അന്നത്തെ പോലെ മടങ്ങിയ ഞങ്ങളെല്ലാം കൂടെ ഒരു വരെ കൂടെ വരും പറഞ്ഞേക്കാം. ഇതെങ്ങനെ മടങ്ങാനാടും? നാളെ രാവിലെ ബാങ്കിൽ ഒരു 11 മണിക്ക് പോയിട്ട് ധൈര്യമായിട്ട് പ്രശ്നം ചെയ്തോ പൈസ കിട്ടിയിരിക്കും. അഥവാ മടങ്ങിയ ഞങ്ങൾ രണ്ടുപേരും മൊട്ടടിച്ച് റോഡേ കൂടെ. ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെങ്ങാനും മടങ്ങിയ നിങ്ങൾ രണ്ടിന്റെയും കഴുത്തിന് വലിയ തലയുണ്ടാവില്ല. പിന്നെ എങ്ങനെയാ മുട്ടയടിക്കുന്നേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. അളിയനോളിയനോട് മുട്ടയടിക്കാൻ നടക്കുന്നു. ഈ തറവാടിൻ്റെ ഒരു അവസ്ഥ നോക്കണേ. വീടിൻ്റെ മുന്നിലൂടെ നടക്കാൻ ധൈര്യമില്ലായിരുന്ന ചൊറ്റകൾ വീടിൻ്റെ അകത്ത് കയറി വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ട് പോവുക. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞ ആ ടെൻഡർ പിടിക്കണ്ടെന്ന്. ഓഹോ, ആ ടെൻഡർ പിടിച്ചോണ്ടാണ് നമ്മൾ പൊളിഞ്ഞു പോയത്. ഏറ്റവും വലിയ അടി കിട്ടിയതേ നിന്റെ ആ വസ്തു കച്ചവടത്തില്ല, അല്ലാന്ന് പറയാൻ പറ്റൂ. പിന്നെ നിന്റെ തറവാട്ടുകാർക്ക് മാത്രമല്ല, ഞങ്ങളുടെ തറവാട്ടുകാർക്കും അഭിമാനമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും പുറത്ത് ജോലിക്ക് പോയിട്ടില്ല. വരുന്നവരെല്ലാവരും കെട്ടിയോളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നവരോടെല്ലാം ഞാൻ പറയുന്നതേ വൈഫ് സിയാറ്റിലെ ആൻറ്റിയെ കാണാൻ പോയിരിക്കുന്നെന്നാ. ഊട്ടിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഫീസ് മുടങ്ങാതിരിക്കാൻ അവൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് മാത്രമേ അറിയൂ. ആർക്കാണ് ക്യാഷ് അഡ്വാൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ? വന്നോട്ടെ സാർ. വരൂ. എന്നാ സെബാസ്റ്റ്യൻ, നമ്മളൊന്നും വിശ്വാസമില്ലാതായോ? അയ്യോ അതുകൊണ്ടല്ല സാർ, ചന്തയിൽ പച്ചക്കറിക്ക് അപ്പം തന്നെ കാശ് കൊടുക്കണം, എന്തായാലും അവർ തരുള്ളൂ. അതുകൊണ്ടാണ് സാറേ. ബാക്കിയുള്ള സെറ്റിൽ ചെയ്തല്ലോ. ഓ ചെക്ക് തന്നെ എനിക്ക്, അത് നാളെ മാറുള്ളൂ. ലഞ്ച് ഉഷാറാക്കാം. അത് ഉഷാറാക്കാം സാറേ. വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ ചാച്ചാ, ഇച്ചായൻ എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് തരുമെന്ന്. അന്ന് സമയം കളയേണ്ടത് ഇങ്ങത്താ. എന്നത്? അല്ല വേണ്ട, ഇച്ചായൻ തന്നെ അങ്ങ് ഇട്ട് തന്നാ മതി. അല്ല സൂസൻ, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നാ പറയുന്നത്? ഇച്ചായൻ ജ്വല്ലറി അന്ന് ഞാൻ പറഞ്ഞ നെക്ലസ് വാങ്ങിച്ചില്ലേ? നെക്ലസോ? നല്ലൊരു അണ്ടർവെയർ വാങ്ങാനുള്ള പൈസ കൂടി എൻ്റെ കയ്യിലില്ല. ജിൻസി പറഞ്ഞല്ലോ ഇച്ചായനെ ജ്വല്ലറിയിൽ വെച്ച് കൊണ്ടുപോകുന്നു. ഞാനത് ഗോഡ്വിനെ കാണാൻ പോയതാ, കുറച്ച് പൈസ റോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. കള്ളം. നിന്നോട് എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ നിനക്ക് നാളെ തന്നെ നെക്ലസ് വാങ്ങിത്തരാം. തൽക്കാലം നീ അടിപ്പി അമ്മച്ചിനെ സഹായിക്കുക. എനിക്കാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. പ്ലീസ് കേട്ടോ? ചെല്ലില്ല പ്ലീസ്. ഒന്ന് പെണ്ണുങ്ങളുടെ ഒരു കാര്യമേ നെക്ലേസ്. എന്നാ നോക്കുന്നത്? പുരുഷൻ ഒരു സ്ത്രീയിൽ മാത്രം തൃപ്തനാവുന്നവനല്ലെന്ന് എനിക്കറിയാം. ആ വിഹിതം പ്രമാണിമാർക്ക് പറഞ്ഞിട്ടുള്ളതുമാണ്. എന്ന് കരുതി നമ്മൾ പൊളിഞ്ഞിരിക്കുമ്പോൾ അളിയന് മാത്രമേ പണി കാണിക്കരുത്. അലക്സേ, നീ എൻ്റെ അടുത്ത് മറ്റേടത്ത് ഇതിൻ്റെയും കൂടെ ഒരു കുറവുകളായിരുന്നു. ഇതുപോലത്തെ പാർട്ടികളാണ് നിന്നെ നശിപ്പിക്കുന്നത്. നിനക്ക് പറ്റിയ പാർട്ടികൾ ഞാൻ വെച്ചുതരാം. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതുപോലത്തെ പാട്ട് കേട്ടാൽ നിന്റെ സകല പ്രയാസങ്ങളും തീരും. ഇതാരും സേവിയറോ?
ഇച്ചായൻ ഇങ്ങനെ എവിടുന്ന് കിട്ടി? നമ്മുടെ CID ഓഫീസിൽ നിന്ന് കണ്ടപ്പോഴേ പിടിച്ചുപിടിയല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് അയ്യോ പോകും. ചെരിപ്പഴിക്കൊന്നും വേണ്ട. എന്തായാലും ഇന്ന് കൊണ്ടുവന്ന നന്നായി. ഞാൻ നല്ല സൂപ്പർ പോക്ക് പിൻഡാലും ഉണ്ടാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഏതായാലും സേവറിന് ഭാഗ്യമുണ്ട്. താൻ എന്ന് വന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ? നീ അത്താഴം എടുത്തു നോക്ക്. വരൂ. കഴിച്ചേക്കാം അല്ലേ? കഴിക്കാം. കുറച്ചുകൂടെ. ഓ കൊളസ്ട്രോള്. നന്നായിട്ടുണ്ട്. താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നാളെ നമ്മളും മത്തായുടെ ഫാമിലി എല്ലാം കൂടെ ആതിരപ്പള്ളിക്ക് പോകുന്നുണ്ട്. താനും വരണം. എനിക്ക് പറ്റില്ല. അതെന്താ? കാറിൽ ഒരാൾക്ക് കൂടെ സ്ഥലം ഉണ്ടാവും ഇല്ല ചായ? തീർച്ചയായിട്ടും. അതെനിക്ക് നാളെ അത്യാവശ്യമായിട്ടൊരു മനസ്സമ്മതി പങ്കെടുക്കണം. അതുകൊണ്ടാണ്. അങ്ങനാണെങ്കിൽ അടുത്ത മാസം 3-4 ട്രിപ്പിന് സേവർ വരട്ടെ. അത് ശരിയാ. വരാം. അങ്ങനെയല്ല, ഇങ്ങനെ വേണ്ട. ഇതാ ഇതാ ഇതാ. ആ സ്റ്റെപ്പ് ഇങ്ങനെ ഷൂട്ട് ചെയ്യണം. ഇതേപോലെ ഷൂട്ട് ചെയ്യണം കേട്ടോ. കമോൺ, എല്ലാവരും വാ. ഫുൾ തുടക്കം മുതലേ നമുക്ക് ഇതേപോലെ ഷൂട്ട് ചെയ്യണം. തുടക്കം മുതൽ വാ. അടുത്ത സുന്ദർപ്പിച്ചയായി കിടന്ന് ഈ പേക്കൂത്ത് കാണിക്കുന്നത്. ശന തലവരെയാണല്ലോ ചെറുക്കൻ്റെ. കുടുംബത്താണെങ്കിൽ സ്വത്ത്, ജോലിയാണെങ്കിൽ ഗൂഗിളിൽ. ഇപ്പതേ മാത്തം മുതലാളിയുടെ മകളെ കെട്ടാൻ പോകുന്നു. അതുമാത്രോ? അവനങ്ങ് അമേരിക്കയിലല്ലേ ജീവിക്കുന്നത്. അമേരിക്കയിലെ ജീവിതം. നമ്മളെ വൈകുന്നേരം ആ റോട്ടിലോട്ടൊന്ന് ഇറങ്ങി നിന്നാൽ മതി. വലിയ കാറൊക്കെ ആയിട്ട് ആരൊക്കെ വന്ന് അങ്ങ് കൂട്ടിക്കൊണ്ടുപോകും. നമ്മളെ അങ്ങ് വിക്ക് ചെയ്യും. എന്നിട്ട് വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരും, ഫിലിമൊക്കെ കാണിച്ചു തരും. അതിനുശേഷം രാത്രിയായ ഒരു കറക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിക്ക് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ എത്തിക്കും. എന്നാ ജീവിതം അല്ലയോ? അല്ല, ഇതൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയാം? ഇയാൾ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടോ? അവൻ പോയിട്ടില്ല, അവന്റെ ഭാര്യ പോയിട്ടുണ്ട്. അങ്ങനെ ചിരിക്കാതെ. ഈ എൽദോ പറയുന്നതിനും ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതം മുഴുവൻ ഈ തോട്ടം പണി ചെയ്തും കൂലിക്കാരുമായി തർക്കിച്ചും അങ്ങ് കഴിഞ്ഞു തിരികെ. ആന്നേ. ഞാൻ പണ്ട് കുറച്ചു കാലം അനിയൻ്റെ കൂടെ അമേരിക്കയിൽ താമസിച്ചിട്ടുണ്ട്. അതാ ജീവിതം. 6 ദിവസം എല്ലാവരും നന്നായി അധ്വാനിക്കും. 7ാമത്തെ ദിവസം അങ്ങ് അടിച്ചു പൊളിക്കും. നമ്മൾ ഞായറാഴ്ച രാവിലെ പന്നിയിറച്ചിയിൽ നല്ലോണം മല്ലി മുളക് അരച്ച് ചേർത്ത് വെച്ചങ്ങ് പള്ളിയിലോട്ട് പോകും. കുമ്പസാരം കഴിഞ്ഞ് പാപെല്ലാം കഴുകി കളഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇറച്ചിയിൽ മല്ലി മുളക് നന്നായി പിടിച്ചിട്ടുണ്ടാകും. അത് വറുത്ത് വിസ്കി അർത്ഥങ്ങ് അടിക്കും. ഒന്ന് ഉറങ്ങി എണീറ്റ് ഏതെങ്കിലും പബ്ബേ ചെന്ന് ഇരുന്നാൽ മതി, ഒന്നാന്തരം മതാമാർ ഇങ്ങോട്ട് വന്ന് കയറും. അതൊക്കെ പഴയൊരു കാര്യം. ജോണിച്ചാ, പച്ചയ്ക്ക് അങ്ങ് പോവാന്നോ? നമ്മുടെ കൂടെ വന്നങ്ങ് അടിച്ചിട്ട്. ജോണിച്ചോ, പള്ളിയിൽ പോയി അച്ഛനൊന്ന് കാണണ്ടേ? അളിയാ, ഒന്ന് പള്ളിയിലൊന്ന് പറയണ്ടേ? മറ്റേ കാര്യം പറഞ്ഞിട്ടില്ല. നമുക്ക് പോയി പറഞ്ഞിട്ട് വന്നാലോ? ലേറ്റ് ആക്കണ്ട. ഈ ജോണിന് എന്നതാ പറ്റിയേ? എന്നാ സ്മാർട്ട് ചെറുക്കനായിരുന്നു. പിന്നെ നമ്മളിവിടെ പണ്ട് വോളിബോളൊക്കെ കളിച്ചുകൊണ്ട് നടന്ന അന്ന് നോർത്ത് ഇന്ത്യയിൽ എവിടെ ഇതിന് പോയിട്ടേ, പഠിക്കാൻ വേണ്ടി പോയിട്ടേ, ആസട്ടോ അയാണ്ട് പറഞ്ഞ് അയാളുടെ സാമാനം അടിച്ചതാ. അന്ന് പോയ കിളിയ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പുള്ളിക്കാരനെ മറ്റവൻ അടിക്കുന്ന പറയുന്നത് അതിൻ്റെ സേവയാ. കാഷ്ടം. ശരി, ഒരു വട്ടം കൂടി നോക്കാം. റോയിയെ, നേരം പോകും, നമുക്ക് ഇറങ്ങിയാലോ?
രാഹുലം കഴിഞ്ഞിട്ടില്ല. രാഹുലം കഴിഞ്ഞു. നമ്മൾ ഈ നസ്രാണികൾക്ക് എന്തോ രാഹുലാണോ പോയി? രാഹുവിനും കേതുവിനൊന്നും ഇപ്പൊ ജാതിയും മതമൊന്നും ഇല്ലെന്നേ. വടക്കോട്ടുള്ള നമ്മുടെ കച്ചവടക്കാരായ സമുദായക്കാരൊക്കെ പെരുങ്ങോട്ടുകാരല്ല ചാത്തന്റെ പറ്റുകാരാ. നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഇതിലൊക്കെ എന്തൊക്കെയുണ്ട് ഇല്ലേ? മൊബൈൽ എന്തോ രാഹുലം നോക്കുമെന്നോ? അളിയ രാഹുലം കഴിഞ്ഞ്